ഭൂമിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ 10,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ട് കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിലേറെയായി മാനവരാശിയുടെ ശാസ്ത്രീയ മുന്നേറ്റങ്ങളുടെ അടയാളമായി നിലകൊള്ളുന്ന ഒന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ISS. മനുഷ്യൻ ബഹിരാകാശത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ ഈ വിസ്മയം ഇപ്പോൾ അതിൻ്റെ ആയുസ്സിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. 2030ഓടെ ഈ നിലയത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് നാസയും മറ്റ് പങ്കാളിത്ത രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ പ്രവർത്തനരഹിതമായ ഒരു ബഹിരാകാശ നിലയത്തെ അവിടെ ഉപേക്ഷിക്കുക എന്നത് അസാധ്യവുമാണ്. 500 ടണ്ണോളം ഭാരമുള്ള ഈ കൂറ്റൻ നിർമ്മിതിയെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തിന് മുന്നിലുള്ളത്. ഭൂമിയിലെ ഏറ്റവും വിജനമായ മനുഷ്യവാസമില്ലാത്ത ഒരിടത്തേക്ക് ഈ നിലയത്തെ തകർത്തു വീഴ്ത്താനാണ് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അതിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ എഞ്ചിനീയറിംഗ് വെല്ലുവിളിയായി മാറുന്നുണ്ട്. സാധാരണ ഉപഗ്രഹങ്ങളെപ്പോലെ ഇത് വെറുതെ ബഹിരാകാശത്ത് കത്തിയമരില്ല. ഇതിൻ്റെ വലിപ്പവും ഭാരവും കാരണം അന്തരീക്ഷത്തിൽ പൂർണ്ണമായി നശിച്ചു പോകാതെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രിതമായ രീതിയിലുള്ള ഒരു തിരിച്ചിറക്കം അത്യാവശ്യമാണ്. ഈ ലക്ഷ്യസ്ഥാനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പോയിന്റ് നെമോ എന്നറിയപ്പെടുന്ന ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ അതീവ നിഗൂഢവും വിജനവുമായ പ്രദേശമാണ്. സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഭൂമിയിലെ മറ്റേതൊരു കരഭാഗത്തു നിന്നും ഏകദേശം 2700 കിലോമീറ്ററോളം അകലെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ലോകത്തിൻ്റെ ഏകാന്തമായ ഇടം എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വിപുലമായ ഒരു സംവിധാനം ഉപേക്ഷിക്കേണ്ടി വരുന്നത് എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഏതൊരു യന്ത്രത്തെയും പോലെ ബഹിരാകാശ നിലയത്തിനും തേയ്മാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ബഹിരാകാശത്തെ കഠിനമായ താപനില വ്യതിയാനങ്ങളും ചെറുകിട ഉൽക്കാപതനങ്ങളുമൊക്കെ നിലയത്തിൻ്റെ ലോഹ ചട്ടക്കൂട്ടുകളിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്ന ഡോക്കിംഗ് പ്രക്രിയകളും മറ്റ് പരീക്ഷണങ്ങളും ഇതിൻ്റെ ഘടനയെ ദുർബലപ്പെടുത്തി. 2030 കഴിഞ്ഞാൽ ഈ നിലയത്തിൽ മനുഷ്യർ താമസിക്കുന്നത് സുരക്ഷയല്ലെന്ന നിഗമനത്തിലാണ് ശാസ്ത്രജ്ഞർ എത്തിയിരിക്കുന്നത്. നിലയത്തിൻ്റെ ഭ്രമണപഥം നിലനിർത്താൻ വലിയ തോതിൽ ഊർജവും അതുപോലെ പണവും ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ പഴയതിനെ നിലനിർത്തുന്നതിനേക്കാൾ ലാഭകരവും സുരക്ഷിതവും അതുപേക്ഷിച്ച് പുതിയ വാണിജ്യ ബഹിരാകാശ നിലയങ്ങളിലേക്ക് ചുവട് മാറ്റുന്നതാണെന്ന് നാസ വിശ്വസിക്കുന്നു. ഈ തിരിച്ചിറക്കം വളരെ സാവധാനത്തിലും അതുപോലെ ആസൂത്രിതമായും ആയിരിക്കും നടക്കുക. പെട്ടെന്നൊരു ദിവസം നിലയം ഭൂമിയിലേക്ക് വീഴുകയല്ല ചെയ്യുന്നത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണിത്. നിലയത്തിൻ്റെ ഉയരം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരും. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളികളിലെ വായുവിൻ്റെ ഘർഷണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നിലയത്തിൻ്റെ വേഗത കുറയ്ക്കാൻ സാധിക്കും. പടിപടിയായി താഴേക്കെത്തുന്ന നിലയത്തെ പോയിന്റ് നെമോയ്ക്ക് മുകളിലെത്തുമ്പോൾ ഒരു പ്രത്യേക ഡീഓർബിറ്റ് വാഹനം ഉപയോഗിച്ച് കൃത്യമായ ദിശയിൽ താഴേക്ക് തള്ളും. അന്തരീക്ഷത്തിലേക്ക് അതിവേഗം പ്രവേശിക്കുന്നതോടെ ഘർഷണം മൂലം വലിയ തോതിലുള്ള ചൂട് അനുഭവപ്പെടുകയും നിലയം കത്താൻ തുടങ്ങുകയും ചെയ്യും. നിലയത്തിൻ്റെ വലിയ സോളാർ പാനലുകളും റേഡിയേറ്ററുകളും ആയിരിക്കും ആദ്യം തകരുക. തുടർന്ന് പ്രധാന ഭാഗങ്ങൾ കത്തിയമരും. എങ്കിലും ചില കട്ടിയുള്ള ലോകഭാഗങ്ങൾ പൂർണ്ണമായും കത്താതെ കടലിൽ വീഴാൻ സാധ്യതയുണ്ട്. പോയിന്റ് നെമോയുടെ പ്രത്യേകത തന്നെ അവിടെ മനുഷ്യരോ കപ്പലുകളോ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല എന്നതാണ്. സമുദ്രത്തിലെ ജീവജാലങ്ങൾ പോലും ഈ ഭാഗത്ത് വളരെ കുറവാണ്. ബഹിരാകാശ പേടകങ്ങളുടെ ശ്മശാനമെന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ. നേരത്തെ റഷ്യയുടെ മീർ ബഹിരാകാശ നിലയവും സ്കൈലാബിൻ്റെ ഭാഗങ്ങളും ഇത്തരത്തിൽ സമുദ്രത്തിൽ പതിച്ചിട്ടുണ്ട്. എന്നാൽ ISSൻ്റെ വലിപ്പം മുൻപത്തെ എല്ലാ ദൗത്യങ്ങളെക്കാളും വലുതായതുകൊണ്ട് തന്നെ നാസ വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. പരിസ്ഥിതിക്ക് ദോഷകരമായ രീതിയിൽ രാസവസ്തുക്കളോ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളോ അവിടെ അവശേഷിക്കില്ല എന്ന് ശാസ്ത്രലോകം ഉറപ്പു നൽകുന്നുണ്ട്. കടലിൻ്റെ അഗാധതയിലേക്ക് താഴ്ന്നു പോകുന്ന ഈ അവശിഷ്ടങ്ങൾ കാലക്രമേണ സമുദ്രത്തിൻ്റെ ഭാഗമായി മാറും. മനുഷ്യൻ്റെ ഐക്യത്തിൻ്റെയും ശാസ്ത്ര പുരോഗതിയുടെയും പ്രതീകമായ ISSൻ്റെ അന്ത്യം ഒരു യുഗത്തിൻ്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5 വ്യത്യസ്ത ബഹിരാകാശ ഏജൻസികൾ ചേർന്ന് നിർമ്മിച്ച ഈ അത്ഭുതം അതില്ലാതാകുമ്പോൾ പകരം സ്വകാര്യ കമ്പനികളുടെ സഹകരണത്തോടെയുള്ള പുതിയ പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വരും. നിലയത്തിൻ്റെ പതനം ഭൂമിയിൽ ഒരു പ്രകമ്പനവും ഉണ്ടാക്കാത്ത രീതിയിൽ ശാന്തമായി പസഫിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ അത് മനുഷ്യൻ്റെ അറിവിനായുള്ള ദാഹത്തിൻ്റെയും അതിരുകളില്ലാത്ത സ്വപ്നങ്ങളുടെയും ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടും. ഒരു വലിയ വീട് പൊളിച്ചു നീക്കി അവിടെ പുതിയ വലിയൊരു നഗരം പണിയുന്നത് പോലെ ISSൻ്റെ മടക്കം കൂടുതൽ വലിയ ബഹിരാകാശ യാത്രകൾക്കും ചൊവ്വയിലേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണത്തിനും വഴിയൊരുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.